ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സസ്യം പൂവാങ്കുരുന്നലാണ്. പൂവാങ്കുരുന്നില എന്നെല്ലാം അറിയപ്പെടുന്ന നമ്മുടെ തൊടികളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു സസ്യമാണിത്. ചെറിയ ഇലകളോടും വയലറ്റ് നിറമുള്ള പൂക്കളോടും കൂടിയ ഒരു സസ്യമാണിത്. ഇതിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൂവാങ്കുരുന്നില, പൂവാങ്കുരുന്നൽ എന്നെല്ലാം അറിയപ്പെടുന്ന ഈ സസ്യം ലിറ്റിൽ അയൺ വീഡ് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മരുന്നായി ഈ ചെടി ഉപയോഗിച്ചു വരുന്നു. ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുന്ന പൂവാങ്കുരുന്നൽ നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സസ്യമാണ്. പരമ്പരാഗതമായി ഇത് കൺമഷി നിർമ്മാണത്തിൽ ഉപയോഗിച്ചു വരുന്നു. നേത്ര സംബന്ധമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതിൻ്റെ ഇളനീര് കണ്ണിലിറ്റിക്കാവുന്നതാണ്. പലതരത്തിൽ വന്നു ചേരുന്ന പനികൾക്കും ഇത് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. പൂവാങ്കുരുന്നിലയുടെ കൂടെ കയ്യോന്നി, കറ്റാർ വാഴ, കീഴാർ നെല്ലി എന്നിവയെല്ലാം ചേർത്ത് എണ്ണ കാച്ചി ദിവസവും ഉപയോഗിക്കുന്നത് മുടിക്ക് തിളക്കവും കരുത്ത് നൽകാനായി സഹായിക്കുന്നു. പൂവാങ്കുരുന്നിലയുടെ ഇല അരച്ചു പുരട്ടുന്നത് ചിരങ്ങ്, വ്രണങ്ങൾ, ചൊറി എന്നിവയെല്ലാം ഭേദമാകാനായി സഹായിക്കുന്നു. പൂവാങ്കുരുന്നിലയുടെ ഇല, വേര്, പൂവ് എന്നിവയെല്ലാം രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടും ധാരാളമായി കണ്ടുവരുന്ന പൂവാങ്കുരുന്നിലയെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുന്ന് കമ്പനികൾ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. പൂവാങ്കുരുന്നിലയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഒരു തുണിയിൽ അരിച്ച ശേഷം മാത്രമാണ് കണ്ണിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് കണ്ണിലെ രക്തയോട്ടം സുഗമമാക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുവപ്പ് കുറയ്ക്കാനും കൺപീലികൾ ഇടതൂർന്ന് വളരാനും കണ്ണിന് നല്ല തിളക്കവും ആരോഗ്യവും എല്ലാം പ്രദാനം ചെയ്യാനും സഹായിക്കുന്നു. ഇത്രയും ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കൺമഷിക്കായി ഇത് ഉപയോഗിച്ചു വരുന്നത്. ഏതൊരുവിധ മരുന്ന് ഉപയോഗിക്കുമ്പോഴും വൈദ്യനിർദ്ദേശം തേടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.